വ്യക്തിക്ക് എന്തെങ്കിലും മഹത്വം നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഓക്കെ, ബെന്നി മുകളിലോട്ട് വന്നോളൂ. ബെന്നി നമസ്തേ. നമസ്തേ ജി. ഞാൻ ജസ്റ്റ് റൂമിൽ എൻ്റർ ചെയ്തേ ഉള്ളൂ. 1-2 പേരും കൂടെ സംസാരിക്കട്ടെ, ഞാൻ വെയിറ്റ് ചെയ്യാം. അയ്യോ, നമ്മള് ഒന്ന് എൻഡ് ചെയ്യേണ്ട ഒരു ഇതിലാണല്ലോ. താങ്കൾ പറഞ്ഞോളൂ. ഞാൻ പറഞ്ഞത് താങ്കൾ കേട്ടു എന്ന് വിചാരിക്കുന്നു. ഞാൻ അതായത് അവസാനത്തെ യേശുവിനെ പറഞ്ഞു. സംബന്ധിക്കുന്ന പ്രവചനങ്ങൾ ഒന്നും തന്നെ ഇല്ല. ഞാൻ പറയാം, ചുരുക്കി ഞാനൊന്ന് പെട്ടെന്ന് പറയാം, താങ്കൾ പെട്ടെന്ന് അതിലേക്ക് കടക്കണമെങ്കിൽ. അതായത് യേശുവിനെ സംബന്ധിക്കുന്ന ഒരു പ്രവചനവും പഴയ നിയമപുസ്തകത്തിൽ ഇല്ല. അതുപോലെ തന്നെ പുതിയ നിയമം എന്ന് മുന്നോട്ട് വെക്കുന്ന ഒരു നിയമം പോലും പഴയ നിയമത്തിൽ ഇല്ലാത്ത ആശയമോ നിയമമോ പുതിയ നിയമത്തിൽ ഇല്ല. അതായത് എല്ലാം പഴയ നിയമത്തിന് പഴയ നിയമത്തിനുള്ളിലുള്ള ആശയം, അതുപോലെ തന്നെ നിയമവും ഒക്കെയാണ് പുതിയ നിയമത്തിൽ ഉള്ളത്. അതുപോലെ തന്നെ യേശുവിന്റെ വംശാവലി വളരെ തെറ്റായിട്ടുള്ള വംശാവലിയാണ് നമുക്ക് അവിടെ നിന്ന് കാണാൻ സാധിക്കുന്നത്. വളരെ കൃത്രിമമായിട്ടുള്ള വംശാവലിയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ യേശുവിന്റെ ജനനകഥ എന്ന് പറഞ്ഞെന്ന മത്തായി സംഭവിച്ചു കഴിഞ്ഞെന്ന ഒരിക്കലും ലൂക്ക് സംഭവിക്കില്ല. ആ ഒരു കാര്യം കൂടെ നമ്മൾ എടുക്കണം. അതായത് യേശുവിന് തന്നെ അസ്തിത്വം ഇല്ലാത്ത രീതിയിലാണ് നമുക്ക് ബൈബിൾ കാണിച്ചു തരുന്നത്. യേശുവിന്റെ പിന്നെ വാക്യങ്ങൾ കൂടെ ഞാൻ കോട്ട് ചെയ്തു. ഞാൻ പറഞ്ഞു, അതായത് പത്രോസ് എന്ന് പറയുന്ന വ്യക്തിയെ സ്വന്തം ശിഷ്യന്റെ അപ്പന്റെ പേര് മാറ്റി വിളിക്കുന്ന യേശു ഒരു സ്ഥലത്ത് മത്തായില് പറയാണ്, നീ യോനായുടെ പുത്രനായിട്ടുള്ള ശിമയോൻ പത്രോസാണ്, നീ കേപ്പാ പാറ എന്ന് അറിയപ്പെടുമെന്ന് മത്തായിൽ പറയുമ്പോൾ, യോഹന്നാന്റെ പുസ്തകത്തിൽ അത് പറയണത് നീ യോഹന്നാന്റെ പുത്രനായിട്ടുള്ള ശിമയോനാണ്, അതുപോലെ തന്നെ കേപ്പാ പാറ എന്ന് നീ അറിയപ്പെടുമെന്ന് യോഹന്നാന്റെ പുസ്തകത്തിലും പറയുന്നു. അപ്പൊ യേശുവിന്റെ കാര്യങ്ങൾ പോലും അവിടെ തെറ്റായിട്ട് സ്വന്തം ശിഷ്യൻ, ഏറ്റവും പ്രധാനപ്പെട്ട ശിഷ്യന്റെ അപ്പന്റെ പേര് പോലും മാറ്റി വിളിക്കുന്ന ഒരു യേശു. അപ്പൊ യേശു എന്ന് പറയുന്ന ആ ഒരു വ്യക്തിക്ക് അസ്തിത്വമേ ഇല്ല എന്നുള്ളതാണ് നമ്മൾ പറയുന്നത്. ആ ഒരു കാര്യമാണ് നമ്മളിവിടെ പറഞ്ഞുകൊണ്ടിരുന്നത്.